യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ജഡ സ്വഭാവങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാനാണേലും നിങ്ങളാണേലും ആരാണേലും അത് കർത്താവിന് വിഷയമല്ല, എവിടെ പോകത്തില്ല. പിന്നെ ആത്മാവിൻ്റെ സ്വഭാവം അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതിൻ്റെ അകത്താണ് സ്നേഹവും സമാധാനവും സന്തോഷവും ദീർഘക്ഷമയും ക്ഷമിക്കുവാനും സഹിക്കുവാനും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുവാൻ ബി ഹെൽപ്ഫുൾ. അപ്പോൾ ആ ഒരു ഇതിനേക്കാൾ മേളിലൊരു പ്രമാണവുമില്ല. അപ്പോൾ ഈ ദിവസങ്ങൾ പ്രാപിക്കേണ്ടത് എന്തുവാ, വിടേണ്ടത് എന്തുവാ, ഉപേക്ഷിക്കേണ്ടത് എന്തുവാ, പ്രാപിക്കേണ്ടത് എന്തോ. അപ്പോൾ ഇവിടെ ഒരു പേഴ്സണാലിറ്റി ചേഞ്ചാണ് നടക്കുന്നത്. സാംസൻ്റെ സ്വഭാവം പതുക്കെ പതുക്കെ മാറി. എൻ്റെ ഈ ജഡീക സ്വഭാവത്തിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? എൻ്റെ പാരമ്പര്യ സ്വഭാവമുണ്ട്, എൻ്റെ കുറച്ച് ഞാൻ വളർന്ന സാഹചര്യവും ഇവിടുത്തെ ലോകത്തിൽ നിന്ന് പ്രാപിച്ച മോശയോട് ചോദിച്ചാൽ പറയും പല ട്രെയിനിങ്ങും എനിക്ക് ലഭിച്ചതാണ് കൊട്ടാരത്തിൽ എന്ന് പറഞ്ഞ പോലുള്ള പല ലൗകിക സ്വഭാവം, പയറ്റാനുള്ള സ്വഭാവം, ജീവിക്കാനുള്ള എൻ്റെ കാര്യങ്ങൾ നേടാൻ എൻ്റെ സേഫ് സൈഡ് നോക്കി, എൻ്റെ കാര്യം എനിക്ക് കുഴപ്പമൊന്നും വരാത്ത സൈഡൊക്കെ നോക്കി നിൽക്കാനൊക്കെ എനിക്കറിയാം. ഈ സ്വഭാവവും ഈ ചിന്താഗതിയും ഈ ഭാവവും എല്ലാം എന്ത് ചെയ്യണം? മാറിപ്പോണം. ക്രിസ്തുവിൻ്റെ ഭാവവും ആത്മാവിൻ്റെ സ്വഭാവം എന്നിൽ. ഇത് സ്വർഗത്തിൽ ചെന്നിട്ട് പെട്ടെന്ന് വരുവാണോ? സ്വർഗത്തിൽ കയറുന്നതിന് മുമ്പേ അന്ന് ഈ സ്വഭാവമൊക്കെ ഇത് എവിടെ നടക്കേണ്ടതാണ്? ഈ സ്വഭാവം, ഈ ചേഞ്ച്, ഈ ട്രാൻസ്ഫോർമേഷൻ, ഈ രൂപാന്തരം ഇവിടെ ഈ ലോകത്തിൽ ഇപ്പോൾ. നാളത്തേക്കല്ല. ചിലർ പറയും ഞാൻ ആയിട്ടില്ല, ഇനിയിപ്പോൾ ചെറുപ്പമല്ലേ, ഇനി വയസ്സാങ്കാലത്ത് മാറാം. വയസ്സന്മാരോട് ചോദിച്ചാൽ പറയും നല്ല കാലത്ത് മാറിക്കോ, പിന്നെ അങ്ങോട്ട് മാറാൻ ശ്രമിച്ചാലും ഈ സ്വഭാവങ്ങൾ എന്ത് ചെയ്യത്തില്ല. സ്വതഹാലല്ലേ. അവിടെ കർത്താവ് ഇടപെടുന്ന ഉടനെ ബൈബിള് പറഞ്ഞ പോലെ ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം. ദൈവം ഇടപെടുന്ന സമയത്ത് തീരുമാനം എടുത്തോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് ഇടപെടത്തില്ല, കർത്താവ് കൈവിടും. പരിശുദ്ധാത്മാവ് പിന്നെ നമ്മളോട് ഇടപെടത്തില്ല. അപ്പം ഇത് നമ്മൾ പഠിച്ച് നമ്മൾ അതിൻ്റെ 5-ാം അധ്യായത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു. 24-ാമത്തെ വാക്യം കൂടെ ഗലേഷ്യൻസ് ചാപ്റ്റർ 5:24, ഗലാത്യർ 5:24. ഇവിടെ എഴുതിയിരിക്കുന്ന ക്രിസ്തുവിനുള്ളവർ എന്ത് ചെയ്യുന്നു? ഈ ജഡം എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ അർത്ഥം? എൻ്റെ ഈ സ്വഭാവം, എൻ്റെ ഈ പേഴ്സണാലിറ്റി, മൈ പേഴ്സണാലിറ്റി, എൻ്റെ സ്വഭാവം, ഇതെല്ലാം ക്രൂശിച്ചേലേ പറ്റൂ. ക്രിസ്തുവിനുള്ളവർ എന്ത് ചെയ്യുന്നു? ഓരോ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചേലേ പറ്റൂ. രാഗമോഹങ്ങൾ, എനിക്കിഷ്ടമുള്ള പല കാര്യങ്ങളുണ്ട്, എനിക്ക് അഭിലാഷ തോന്നിക്കുന്നത്, എനിക്ക് സന്തോഷം തരുന്ന, ഇതെല്ലാം ക്രിസ്തുവിനോട് ക്രൂശിച്ചേലേ പറ്റൂ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിച്ചതല്ലേ? അല്ലേ? നിങ്ങൾ എന്ത് ചെയ്തു? കർത്താവിൻ്റെ മക്കളാണെങ്കിൽ യു ആർ ഡെഡ്. നിങ്ങൾ പേഴ്സണാലിറ്റി എന്ത് ചെയ്തു? നിങ്ങൾ മരിച്ചു. ഇനി ജീവിക്കേണ്ടത് നിങ്ങളല്ല, പിന്നെ ആരാ ജീവിക്കേണ്ടത്? അത് ഗലാത്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇനി എൻ്റെ ആഗ്രഹമല്ല, എൻ്റെ പദ്ധതിയല്ല, ഇനി ആരുടെ ആഗ്രഹവും ആരുടെ പദ്ധതിയാണ്? ക്രിസ്തുവിൻ്റെ ആഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഈ സഭയെ ബലപ്പെടുത്തുക. ഈ സഭയ്ക്ക് പറ്റിയ ക്ഷീണം എന്തുവാ? അവർ ശരിക്കുള്ള സുവിശേഷത്തിൽ നിന്ന് മാറി മറ്റൊരു സുവിശേഷത്തിൻ്റെ അകത്ത് മറ്റൊരു വളരെ സ്വാർത്ഥതയായിട്ട് അവരുടെ കാര്യങ്ങൾ ചിന്തിച്ച് ലൗകികരായി, അതും സുവിശേഷം എന്ന് പറയുന്നത് മറ്റൊരു കംപ്ലീറ്റ്ലി മാറിപ്പോയി. ആത്മാവിലല്ല ഇപ്പോൾ അവർ നടത്തപ്പെടുന്നത്. ആത്മാവിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എവിടെ ആയിത്തീർന്നു? ജഡം. എൻ്റെ ജഡം എന്ന് ഓരോ വട്ടം പറഞ്ഞ് എൻ്റെ ശരീരം, ഈ ലോക ജീവിതം, ദ ലൈഫ് ഇൻ ദിസ് വേൾഡ്, ഈ ലോക ജീവിതം സൂപ്പറായി തീരണം, വണ്ടർഫുള്ളായി തീരണം. അപ്പം അങ്ങനെയുള്ള ആഗ്രഹത്തിലേക്ക് വന്നു. അങ്ങനെ ഒരാളുടെ ജീവിതം ആഗ്രഹം വന്നാൽ പിന്നെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നീ നിൻ്റെ ജീവിതം വണ്ടർഫുൾ ആക്കിക്കോ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് കൈവിടും. നിനക്ക് സ്വർഗത്തിൽ നിത്യതയാണോ പ്രാധാന്യത, ഈ ലോകത്തിലെ അല്പകാലമാണോ പ്രാധാന്യത എന്ന് കർത്താവിൻ്റെ പകൽക്കാലം നമ്മളോട് ചോദിക്കുമ്പോൾ ഗലാത്യ സഭയ്ക്ക് പറ്റിയ ചേഞ്ചാണ്. എന്നിട്ട് 6-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്ന സഹോദരന്മാരെ, ഒരാൾ വല്ല വിധത്തിൽ എപ്പോഴും ഇറ്റ്സ് നാച്ചുറൽ, ഇറ്റ്സ് ഹ്യൂമൻ, ക്ഷീണിച്ചു പോകാൻ, പെട്ടെന്ന് ലോകസ്നേഹം ഉള്ളിൽ കയറാൻ, പിന്മാറിപ്പോകാൻ, ഒരു അല്പം കൺഫ്യൂഷൻ എൻ്റെ ഉള്ളിൽ വന്നാൽ മതി. സാധാരണ എന്ത് ചെയ്യും? ഒരു കൺഫ്യൂഷൻ എൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടാൽ മതി. എന്നാലും ഞാൻ ഓർക്കുന്നു,
ഭയങ്കര പുള്ളിയുടെ കൂട്ടുകാരൊക്കെ വലിയ സീനിയർ പോലീസ് ഓഫീസർ. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്കൊക്കെ പുള്ളി വന്നപ്പോഴത്തേക്ക് പുള്ളി ഒരു പതുക്കെ ഒരു എത്തിസത്തിലേക്ക്, ഒരു നിരീശ്വരവാദത്തിലേക്കൊക്കെ അങ്ങ് തിരിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നും പപ്പയുമായിട്ട് ഭയങ്കര തർക്കമാണ്. വേറെ ഒന്നുമല്ല, വിഷയങ്ങൾ പുള്ളിയുടെ ഭയങ്കര, പുള്ളി അങ്ങ് ബുദ്ധിയിലിരുന്ന് ഈ വചനം അങ്ങോട്ട് വചനം എല്ലാം കാണാപ്പാട്. പുള്ളി പറയുന്നത് ഈ കർത്താവ് എപ്പോഴും ഉണ്ടല്ലോ നമ്മളോട് ആരാധന ചോദിക്കുക. നമ്മുടെ കാര്യമൊന്നും കർത്താവിന് വിഷയമല്ല, കർത്താവിൻ്റെ കാര്യം മാത്രമേ വിഷയമുള്ളൂ. ഇങ്ങനെ ആരാധന ചോദിക്കും. പിന്നെ കർത്താവ് എന്നിട്ട് പറയുന്ന ആരാധനയ്ക്കകത്ത് പറഞ്ഞ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെട്ട നമ്മളിങ്ങനെ പ്രായച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കർത്താവിൻ്റെ നാമം വിശുദ്ധനല്ലേ. ഓരോ ചിന്ത എങ്ങോട്ട് ഈ മനുഷ്യൻ ഇട്ട് തന്നിട്ടേ നമ്മൾ അവിടെ ചെന്നിട്ടിരുന്ന് കുറച്ച് നേരം ഇതൊക്കെ ചിന്തിച്ച് ഇത് പറയുന്നത് ശരിയല്ലേ. ഞാൻ പറഞ്ഞ ബുദ്ധിയിൽ അങ്ങോട്ട് ചിന്തിച്ച് എവിടെ സാധാരണ നമ്മളെ കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ മനുഷ്യൻ ആകപ്പാടെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി, കൺഫ്യൂഷനിലായിപ്പോയി. പുള്ളിയുടെ അവസാനം വരെ അങ്ങനെ ആയിരുന്നു. എന്ത് ചെയ്യാനാണ്? പുള്ളിക്ക് ഒത്തിരി അവസരങ്ങൾ ചെറിയ പ്രായത്തിൽ കിട്ടിയതാണ്. 8-9 മക്കളായിരുന്നു ഈ പുള്ളി ഇതൊന്നും മനസ്സോടുകൂടിയല്ല ചെയ്യുന്നത്. അടി കിട്ടും, അതിനുവേണ്ടി എന്ത് ചെയ്തു, കർത്താവിൻ്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അപ്പച്ചൻ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും. അതെല്ലാം പുള്ളി മനസ്സോടുകൂടിയല്ല ചെയ്തത്. അതുകൊണ്ട് എന്തുവാ, കർത്താവിനോട് സ്നേഹം വർദ്ധിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ എന്ത് കർത്താവിന് വേണ്ടി ചെയ്താലും എന്ത് ചെയ്യണം. പുള്ളി അവസാനം ഈ കൺഫ്യൂഷനിലായി പോയി കഴിഞ്ഞിട്ട് ഒരാൾ ഞാൻ പറഞ്ഞ ഒരു നിമിഷം മതി, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തി പോലും കൺഫ്യൂഷനിലായി പോകാൻ ഒരു നിമിഷം മതി. ഒരു ക്ഷീണം വരാൻ, ഒരു പിന്മാറ്റം വരാൻ. എന്തൊരു കർത്താവ് ഇത് എന്നോട് ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ ഉള്ളിൽ കിടന്നേ സാത്താൻ എക്കോ അടുപ്പിച്ച്. കർത്താവിന് ചെയ്യാൻ അധികാരമില്ലേ? യോബിനും വേണേ ഈ ചോദ്യം ജോബിന് ചോദിക്കാമായിരുന്നല്ലോ. അതിന് പകരം എന്തുവാ യോബ് ചെയ്ത്? യോബ് പറഞ്ഞു കർത്താവ് തന്നു, കർത്താവ് എടുത്തു, യഹോവയുടെ നാമം എന്ത് ചെയ്യട്ടെ. യഹോവയായ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ എന്തും ചെയ്യുവാനുള്ള അധികാരമുണ്ടോ എന്ന് ആദ്യം ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യണം. ദൈവം ഒരു കാര്യം ചെയ്താൽ അതിന് ദൈവത്തിനൊരു പ്ലാനുണ്ട്. എന്നെ ഒരു പരീക്ഷയെക്കൂടി കടത്തി വിട്ടാൽ എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനാന്നേ. ഐ ഹാവ് ടു ലേൺ മൈ ലെസൺസ്. അല്ലാതെ വേറെ മാർഗമില്ല. അതിൻ്റെ അകത്ത് ദൈവത്തോട് മത്സരിച്ചിട്ടും എതിർത്തിട്ടും മർദ്ദലിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഒരാൾക്കൊരു ക്ഷീണം വരാൻ, നമ്മുടെ കൂട്ടു സഹോദരനായിരിക്കും, കൂടെ ആരാധിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരിക്കും, ഒരാൾക്കൊരു ക്ഷീണം വരാൻ ഒരു നിമിഷം മതി. ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്ന, ഈ ക്ഷീണമുള്ള ഒരു വ്യക്തിയെ നീ അങ്ങനെ ആയതുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത്, നീ ഒരിക്കലും നന്നാകത്തില്ല, ഇതൊക്കെ പറയാൻ നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് ചിലരെ തള്ളിക്കളയും. പല ചാൻസ് അവർക്ക് കൊടുത്തിട്ട് പരിശുദ്ധാത്മാവ് തള്ളിക്കളയും. അത് കേസ് വേറെയാണ്. അത് ദൈവം ആത്മാവ് തള്ളിയ ഒരു വ്യക്തിയെ നമ്മളിനി എത്ര യഥാസ്ഥാനപ്പെടുത്താൻ നോക്കിയാൽ ഹി വോണ്ട് ബി റിസ്റ്റോർഡ്, ഹി വോണ്ട് കം ബാക്ക്. വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് സദാകാലം വാദിച്ചു. ഇത് ബന്ധം നമുക്ക് കർത്താവുമായിട്ടാണ്, സഭയുമായിട്ടോ വ്യക്തികളുമായിട്ടോ. അവിടെ കർത്താവ് ഇടപെടുന്ന സമയത്ത് തീരുമാനമെടുത്ത് മാറിക്കണം. അപ്പം കർത്താവ് തള്ളിക്കളയാത്ത ഒരു വ്യക്തിയെ നമുക്ക് തള്ളിക്കളയാനോ ബ്ലെയിം ചെയ്യുവാനോ നമുക്ക് അനുവാദമില്ല. കാര്യം ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നാളെ എന്ത് സംഭവിക്കാം, തെറ്റിപ്പോകാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു സൗമ്യതയുടെ ആത്മാവിനെ അവനെ യഥാസ്ഥാനപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇതെല്ലാം ഈ വർക്കെല്ലാം നടക്കേണ്ട ആത്മാവിലാണ്. വി ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ്. അപ്പോൾ ഒരാളെ നമ്മളോട് സ്തോത്രം ക്ഷമയോടുകൂടി അവൻ നന്നാത്തില്ല എന്ന് എനിക്ക് തോന്നിയാലും കർത്താവ് എന്നോട് പറയുമ്പോൾ യെസ് വീണ്ടും ഇടപെടാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, ക്ഷമയോടുകൂടി. അപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ എതിർത്തെന്നിരിക്കും, ചീത്ത വിളിച്ചെന്നിരിക്കും, പല കാര്യങ്ങൾ ചെയ്തെന്നിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം, ക്ഷമയോടുകൂടി യഥാസ്ഥാനപ്പെടുത്തുക. കാരണം നാളെ ഈ കൺഫ്യൂഷൻ ആർക്കും വരാം, എനിക്ക് വരാം. ഈ പിന്മാറ്റം ആർക്കും വരാം. ആ വ്യക്തിയെപ്പോലും ഞാനും ഒരു പച്ച മനുഷ്യനാണ്. കർത്താവ് കൃപ തരുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഒക്കെ ഇന്നും ദൈവസന്ധിയിൽ ആയിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇത് ചില ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. ഗലാത്യ സഭ ചിലരെ പിശാചിൻ്റെ പിടിയിരിക്കുന്ന ചിലരെ വീണ്ടും തലക്കിട്ട്, പിശാചിൻ്റെ പിടിയിരിക്കുന്ന ഒരു വ്യക്തിനെ ഞാനൊരു സ്റ്റീൽ പൈപ്പ് വെച്ച് വീണ്ടും തലക്കടിക്കുക. അതാണോ ഞാൻ ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ ഇടപെടണമേ, കർത്താവേ തള്ളിക്കളയല്ലേ. വീണ്ടും ദൈവം അവസരപ്പോൾ സഹോദരാ ഒന്ന് ചിന്തിക്കുക, ഇങ്ങനെ പോയാൽ ജീവിതം പോക്ക എന്ന് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, സൗമ്യതയുടെ ഭാഷ. കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നീ അല്ലേലും ശരിയാകത്തില്ല, എനിക്കറിയത്തില്ലായിരുന്നു, ദൈവം നിന്നെ ശരിയാക്കും, നിനക്ക് അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ഇതൊന്നും നമ്മൾ ന്യായവിധിയൊന്നും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമല്ല. ന്യായവിധി കർത്താവിൻ്റേതാണ്. ആ സീറ്റിൽ കയറി നമ്മൾ കയറിയിരിക്കേണ്ട, അത് കർത്താവ് ചെയ്തോളും. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഗലാത്യ സഭ അല്ലെങ്കിൽ വീട് പോലെ ഏരിയയാണ്. ഒരു കാര്യം ഓർത്തോണം, എപ്പോഴും വീഴാനും അത് ദൈവവും എൻകറേജ് ചെയ്യത്തില്ല, ദൈവസഭയും എൻകറേജ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു വ്യക്തിയെ എൻകറേജ് ചെയ്യാനല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. എപ്പോഴും വീഴുക. ഇപ്പോൾ എഴുന്നേക്കുക വീണ്ടും പാപം ചെയ്യുക, എഴുന്നേക്കുക വീണ്ടും അതിനെ ആ പാപത്തെ എൻകറേജ് ചെയ്യാനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ദൈവാത്മാവ് ഇടപെട്ടാൽ വീണ്ടും സൗമ്യതയോടുകൂടി ആ വ്യക്തിയുടെ കൺഫ്യൂഷനിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും ആ വ്യക്തിക്കും അതിനൊരു മനസ്സുണ്ടാകണം. ആ വ്യക്തിക്ക് മനസ്സില്ല, ഞാൻ എത്ര സൗമ്യതയോടുകൂടി ഇടപെട്ടിട്ടും കാര്യമുണ്ടോ? അപ്പം ദൈവം കണ്ടിട്ടുള്ള വ്യക്തികളെ വീണ്ടും അതെല്ലാം പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷകൾ നടക്കട്ടെ. വീണ്ടും 2-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ന്യായപ്രമാണം എന്തുവാ നമുക്ക് താഴെ വായിക്കാം, സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്തിക്കുന്നത് തമ്മിൽ എന്ത് ചെയ്യണം? ഭാരങ്ങളെ ചുമപ്പീൻ. അപ്പോൾ നമ്മുടെ സ്വാർത്ഥത എല്ലാം മാറ്റി വെച്ചിട്ട് ഡോണ്ട് ബി സെൽഫിഷ്. അതല്ല എൻ്റെ അർത്ഥം. എൻ്റെ ഭാരം മാത്രം ചുമക്കാനല്ല, എൻ്റെ കൊട്ട ചുമക്കാനല്ല, എൻ്റെ ലോഡ് മാത്രം ചുമക്കാനല്ല, എൻ്റെ കൂട്ടു സഹോദരൻ്റെ ഭാരം കൂടെ ചുമക്കാനാണ് കർത്താവ് എന്നോട് പറയുന്നത്. അപ്പോൾ ഈ ലോഡ് എന്ത് ചെയ്യണം? ഷെയർഡായി പോകണം, ഇല്ലേ? ഒരാൾ തന്നെ ഒരു ലോഡ് എടുക്കുന്നതിനേക്കാൾ, ഞങ്ങളൊക്കെ അത്യാവശ്യം നല്ല പോലെ പണിയുന്നവരാ, ഇങ്ങനെ നല്ല വെയിറ്റൊക്കെ എടുക്കുന്നവർ, ഒരാൾ തന്നെ ബുദ്ധിമുട്ടിയൊക്കെ നമുക്ക് വേണേൽ നമ്മുടെ നട്ടലൊക്കെ പോകുന്ന രീതിയിൽ ആടി കാലും കൈയൊക്കെ അങ്ങനെയൊക്കെ വേണേൽ എടുക്കാം. പക്ഷെ അങ്ങനെ നമ്മൾ എടുത്തിട്ട് ഒരു 4 കാലം അങ്ങോട്ട് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അണയ്ക്കും, ആകെപ്പാടെ ടയേർഡാവും. നമ്മൾ പിന്നെ യാത്ര മുൻപോട്ട് പോകാൻ നമ്മൾ അവിടെ വിശ്രമിക്കും, ഇല്ലേ? പക്ഷേ ഈ ലോഡൊന്ന് ഷെയർഡായിട്ട് പോയാലോ, അതിന് 1 ടൺ വെയിറ്റ് ആയിക്കോട്ടെ, 10 പേര് ചേർന്ന് പിടിച്ചാൽ, സ്തോത്രം, അല്ലേ? അത് 100 കിലോ ആയിക്കോട്ടെ, 2 പേര് ചേർന്ന് അല്ലെ 3 പേര് ചേർന്ന് പിടിച്ചാൽ എത്ര നിസ്സാരമായിട്ട് ഡങ് ആരും ക്ഷീണിക്കുന്നുമില്ല. എല്ലാവരും ആ ലോഡ് ഷെയർഡായിട്ട് പോകുമ്പോൾ നമ്മുടെ കൂട്ടു സഹോദരന് ഒരു വലിയ ബേർഡൻ, ഒരു വലിയ ഭാരത്തിൽ കൂടി കടന്നു പോകുവാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തി മനസ്സിലാവും. ചിലപ്പോൾ ഞാൻ ചില ഭാരങ്ങൾ കൂടി കർത്താവ് എന്നെ അനുവദിച്ച ചില കാര്യങ്ങളായിരിക്കും, അതെനിക്ക് ചിലപ്പം ആരോടും പറയാൻ പറ്റത്തില്ല, പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം അനുവദിച്ച പാതയിൽ കൂടി ഞാൻ കടന്നു പോവാം. പക്ഷെ നമ്മളെപ്പോഴും ഓർത്തോണം, നമ്മളൊരു കുടുംബമാണ്. നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൂട്ടു സഹോദരങ്ങളോടായാലും പങ്കുവെക്കണം. അത് കേൾക്കുന്ന സഹോദരൻ അവരെ കൊച്ചായിട്ട് കാണല്ല, അവരെ കുറ്റപ്പെടുത്തുവാനല്ല, സ്തോത്രം, അവരുടെ ഭാരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ആരും അറിയുവാനല്ല. അയ്യോ, ഞാൻ ഇന്ന വ്യക്തിയെ സഹായിച്ചു, അല്ല ഞാൻ ഇന്ന വ്യക്തിയുടെ ഞാൻ ചെന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇത് പറഞ്ഞാൽ ആ പ്രതിഫലം പോയി. ഇതെല്ലാം ആത്മാവിൽ കർത്താവിന് വേണ്ടി എന്ന പോലെ ചെയ്യുക. അപ്പോൾ എൻകറേജ് യുവർ ബ്രദർ, ഷെയർ ദ ബേർഡൻ, ഇല്ലേ? ആ ഭാരം ഒന്ന് ഷെയർ ചെയ്യുവാൻ. അവർ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. ഈ യുദ്ധക്കളത്തിൽ, ഈ മരുഭൂമി യാത്രയിൽ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. നിങ്ങൾ ഈ കബഡിയൊക്കെ കണ്ടിട്ടുണ്ടോ? അതിന് ഏത് ടീം, അതിന് ഫുട്ബോൾ ആണെങ്കിലും കബഡി ആണെങ്കിലും ഏതാണെങ്കിലും ഒരു ഒപ്പോണൻറ്റ് ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഇവരുടനെ ഒരു ഇങ്ങനെ സീ പോലൊരു, കബഡിയൊക്കെ കണ്ടിട്ടില്ലേ, സീ പോലെ അങ്ങ് നിൽക്കും. അതിൻ്റെ കാരണം എൻ്റെ സഹോദരനെ തൊട്ടാൽ കാലെ പിടിച്ച് ഞാൻ താഴെയിടും. അതല്ലേ കബഡിയുടെ നിയമം? അതല്ലേ? അല്ല, ഞാൻ കബഡിയുടെ നിയമമാണ് പറയുന്നത്, അല്ലാതെ അങ്ങനെ ചെയ്യാനല്ല പറയുന്നത്. കളിയുടെ നിയമം എന്തുവാ? ഞങ്ങളൊരു ടീമാണ്, ഞങ്ങളിൽ ഒരാളെ തൊട്ടാൽ നീ പിന്നെ ഈ ഫീൽഡ് വിട്ട് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. അതല്ല, അങ്ങനെയല്ലേ കബഡി? അറിയാമല്ലോ, കബഡിയൊക്കെ അറിയാമോ? അതോ ഇപ്പോഴത്തെ പിള്ളേരോട് ഇപ്പം വല്ല ഓൺലൈൻ കബഡി ആപ്പോ വല്ലതും ഉണ്ടോ? അല്ല, എല്ലാത്തിനും ഉണ്ട്. ഫുട്ബോൾ, ടേബിൾ ടെന്നീസ് എല്ലാത്തിനും ഉണ്ട്. പിന്നെ കബഡിക്ക് മാത്രം തന്നെ ആപ്പില്ലാത്ത കാണും ചിലപ്പം. അതിൻ്റെ അകത്ത് ഇരുന്ന് ഇങ്ങനെ തോണ്ടും എന്നല്ലാതെ എത്ര പിള്ളേരെ ഒന്ന് ഗ്രൗണ്ടിൽ പോയി കളിക്കുന്നത്. കാലം മാറി, എന്തോ ചെയ്യാനാണ്, ഞാൻ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പിള്ളേരോട് എന്നെ ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിലാണ് പോകാൻ പറഞ്ഞിട്ട് അവർ പോകുന്നില്ല. ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഈ ഫോണിലിരുന്ന് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് മതിയെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആ കളിയുടെ നിയമം നിങ്ങൾ മനസ്സിലായോ? ഞങ്ങളൊരു ടീമാണ്, ഞങ്ങളിൽ ഒരാളെ തൊട്ടാൽ, ദേശശക്തിയോട് നമ്മൾ പ്രഖ്യാപിക്കുന്നത്, ഞങ്ങളിൽ ഒരാളെ തൊട്ടാൽ അവരൊറ്റയ്ക്കല്ല, ഒരു വലിയ ടീം കൂടെ ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് പോരാടി, സ്തോത്രം, കൃപയോടുകൂടി നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ നിർത്താൻ, ഹല്ലേലൂയ, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, ഞങ്ങളിൽ ഒരാളെ പോലും ആത്മീയമായിട്ട് ക്ഷീണം വരുത്തുവാൻ അനുവദിക്കല്ലേ. സ്തോത്രം, ഞങ്ങളിൽ ഒരാൾ പോലും വീണ് പോകുവാൻ, കാഴ്ചപ്പാട് മാറിപ്പോകുവാൻ, ലോകസ്നേഹിയായി പോകുവാൻ അനുവദിക്കല്ലേ. സ്തോത്രം, ഒരു പ്രാർത്ഥനയുടെ വലയത്തിലാണ് നിൽക്കുന്നത്. ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ചെറിയ കൂട്ടമാണെങ്കിലും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സ്തോത്രം, അങ്ങോട്ടും ഇങ്ങോട്ടും കരുതി ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് പലപ്പോഴും പല സഹോദരങ്ങൾ കൂട്ടായ്മ, പല ജോലി ട്രാൻസ്ഫറൊക്കെ നിമിത്തം പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവരെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ആ ഒരു പ്രാർത്ഥന വലയം, അതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, അത് ഭയങ്കരമായിരുന്നു. അതിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് അറിയുന്നത്. അങ്ങനെ സ്നേഹിച്ച് കരുതി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അതെന്നും തുടരട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്നത് കൂട്ടു സഹോദരൻ്റെ എന്ത് ചെയ്യണം? 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, അവരെ എൻകറേജ് ചെയ്യണം.
ഇവിടെ എഴുതിയിരിക്കുന്ന അവരുടെ ഭാരം അത് അവരുടെ മാത്രമല്ല, എൻ്റെയും കൂടെ. അതുകൊണ്ട് നമ്മൾ മടിക്കല്ല. എന്ത് നമ്മുടെ ഭാരം ഉണ്ടെങ്കിലും കൂട്ടു സഹോദരങ്ങളോട് പറയാം. നിങ്ങളുടെയൊക്കെ പേഴ്സണൽ പ്രാർത്ഥനാ വിഷയം പബ്ലിക്കിൽ പറയേണ്ട കാര്യങ്ങൾ ഞാൻ എന്നോട് പറയുമ്പോൾ ഞാൻ സഭയോട് പറയുന്നതും നമ്മളോട് വെള്ളിയാഴ്ച ബുധനാഴ്ചയൊക്കെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം നമ്മളൊരു ഫാമിലിയാണ്. വി ആർ എ ഫാമിലി. ആരും ഒറ്റയ്ക്കല്ല. നമ്മൾ ഇവിടെ നിൽക്കുന്ന സ്തോത്രം കൂടുതൽ ആൾക്കാർ വന്ന് താമസിക്കുന്നവരല്ലേ, പക്ഷേ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളൊരു കുടുംബമായിട്ട് നിൽക്കുന്നു. ആ ഒരു വലിയ ദൈവസ്നേഹത്തിന് നമുക്ക് യോബിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, താൻ വളരെ കഷ്ടതയിൽ കൂടി കടന്നു പോയപ്പോൾ ആര് കൂടെ ഉണ്ടായിരുന്നു? കൂട്ടുകാരെല്ലാം, സ്നേഹിതരും കൂട്ടു സഹോദരങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവരവരാവുന്നത് നോക്കി യോബിനെ ആശ്വസിപ്പിക്കുവാൻ. പക്ഷേ അവസാനം വരെ ദൈവം ഒരു ആശ്വാസത്തിൻ്റെ സമയം വെച്ചിട്ടുണ്ടായിരുന്നു. 3-ാമത്തെ വാക്യം വായിച്ചാൽ, ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് ആ പ്രമാണം ഓരോ വാക്യവും ഓരോ കൽപ്പനയാണ്. 5-ാമത്തെ അധ്യായത്തിൽ വരെ നമ്മൾ ആ രൂപാന്തരം എങ്ങനെ പ്രാപിക്കണം, ഓരോരുത്തരുടെ രൂപാന്തരം പറഞ്ഞിട്ട് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഓരോ വാക്യവും നിങ്ങളിങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ സഭയിൽ ഇന്ന മാറ്റം കൂടി വേണം, നിങ്ങൾ പഴയതിനേക്കാൾ ശക്തമായിട്ട് നിൽക്കുവാൻ, നിങ്ങൾ ജാതികളുടെ മധ്യത്തിൽ നിന്ന് വിഗ്രഹാരാധികളുടെ മധ്യത്തിൽ നിന്ന് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കാൻ മുൻപോട്ട് വന്നതല്ലേ ഗലാത്യർ? അവർ പണ്ട് എങ്ങനെ ആയിരുന്നു എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അവരതെല്ലാം വിട്ടിട്ട് തിരുവചനപ്രകാരം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ അവർ ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുക. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെ മാറ്റി. ഇനി അടുത്ത 3-ാമത്തെ ഒരു കാര്യമാണ്, അവിടെ ഇതെല്ലാം പേഴ്സണാലിറ്റി ചേഞ്ചാണ്. ഇവിടെ എല്ലാം ആ കാഴ്ചപ്പാട്, ആ വ്യക്തിത്വത്തിന് മാറ്റം വരുത്തുന്ന വാക്യങ്ങളാണ്. 3-ാമത്തെ വാക്യം നമ്മളോട് വായിച്ചു, താൻ ആരാന്ന് തോന്നിച്ചാൽ ശരിക്കും നമ്മളൊക്കെ ആരാ? നമുക്ക് കപ്പാസിറ്റി ഒന്നുമില്ല, നമ്മൾ സാധാരണക്കാരാണ്. പിന്നെ അല്പൻ എന്ന് വിളിക്കുന്നത് എന്തിനാണെന്നറിയാം? നമ്മുടെ നാട്ടിൽ പറയാമല്ലോ, അവനൊരു അല്പനാണ്. എന്തെങ്കിലും ഇച്ചിരി കണ്ടു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അങ്ങ് അഹങ്കരിക്കും. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന ഒരു പദമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നത്. താൻ അല്പന, ഒന്നുമില്ല എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവ് തന്നതല്ലാതെ മറ്റ് ഒന്നുമില്ല. അപ്പം ഇതെല്ലാം ആരുടെയാ? ഞാൻ ആരാ? ഒന്നുമില്ല, കർത്താവിൻ്റേത്. അത്രയേ ഉള്ളൂ. കർത്താവ് പറയുന്ന പോലെ ജീവിക്കുക. എന്തെങ്കിലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ മനസ്സൊന്നും വെക്കാതെ ജീവിക്കുക. പക്ഷേ അല്പനായിരിക്കെ ഞാൻ മഹാനാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മളങ്ങ് മറന്നു പോകും. കർത്താവ് കഴിഞ്ഞ നാളുകൾ ഇപ്പോൾ ദാവീദ് രാജാവ് താൻ ആരായിരുന്നു എന്നും, താൻ ഇടയൻ ഉള്ളൊരു ജോലിയെന്ന് മാത്രമല്ല, താൻ തൻ്റെ ഭവനത്തിനാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വേണ്ടി ഇസ്രായേലിന് വേണ്ടി നിൽക്കുവാൻ, യഹോവയ്ക്ക് വേണ്ടി നിൽക്കുവാനൊക്കെ തൻ്റെ ജ്യേഷ്ഠന്മാരെയൊക്കെ തിരഞ്ഞെടുത്തപ്പോൾ ദാവീദ് രാജാവ് അതിന് ആളില്ലായിരുന്നു, അതിന് യോഗ്യനല്ലായിരുന്നു. അവർ നോക്കുമ്പോൾ താൻ പട്ടാളത്തിൽ പോലും ചേരുവാൻ ഫിറ്റല്ല. അവിടെ തൻ്റെ വീട്ടിലും താൻ സാധാരണ ജോലിയാണ് കിട്ടിയത്. എല്ലായിടത്തും താൻ വെറും സാധാരണയാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദൈവമാണ് തന്നെ തിരഞ്ഞെടുത്തത്. ദൈവമാണ് താൻ ഇരിക്കാൻ യോഗ്യമില്ലാത്തൊരു കസേരയിൽ കൊണ്ടിരുത്തിയത്. അതൊരു രാജസ്ഥാനം എന്ന് മാത്രമല്ല, അതൊരു അഭിഷക്തനായിട്ട് അവിടെ ഇരുത്തി ദൈവത്തിൻ്റെ ജനത്തെ ജാതികളുടെ മധ്യത്തിൽ പ്രത്യേകതയോടുകൂടി നിൽക്കുവാൻ, ദൈവവചനപ്രകാരം അവരെ നടത്തുവാൻ, നല്ലൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുവാൻ. ആ കാലഘട്ടത്തിലാണ് ഇസ്രായേൽ അതിൻ്റെ പ്രതാപത്തിലേക്ക്, അല്ലെ യഹോവ അവരുടെ കൂടെ ഉണ്ട് എന്ന് പറയുമാർ. ആ കാലഘട്ടത്തിലാണ് ദൈവത്തിനൊരു ആലയം പണിയുവാൻ, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം കരുതി വെക്കുവാൻ, ആ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചത് സങ്കീർത്തനക്കാരൻ ദാവീദ്. അപ്പോൾ ആ ഒരു വലിയ ശുശ്രൂഷയ്ക്കായിട്ടാണ് ദാവീദിനെ തിരഞ്ഞെടുത്തത്. അപ്പം ദാവീദ് ചിന്തിക്കുക, ഞാൻ പഴയതെല്ലാം അങ്ങ് മറന്നു പോയിട്ട് ഇപ്പോൾ രാജാവാണല്ലോ, താൻ അങ്ങ് അഹങ്കരിച്ച് സാധാരണക്കാരോടൊന്നും ഇടപെടുവാൻ കഴിവില്ലാത്ത രീതിയിലായി കഴിഞ്ഞാൽ എന്തായി തൻ്റെ അവസ്ഥ? തൻ്റെ അഭിഷേകം കർത്താവ് എന്ത് ചെയ്യും? തന്ന അഭിഷേകം കർത്താവ് തന്നെ അതങ്ങ് തിരിച്ച് എടുക്കും. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, താൻ അല്പനായിരിക്കെ മഹാൻ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുവാ? അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഓരോ ദൈവ പൈതൽ വളരെ താഴ്മയോടുകൂടി, നമ്മുടെ മേലുള്ള അഭിഷേകം അതാണ്, വളരെ താഴ്മയോടുകൂടി, വളരെ സൗമ്യതയോട് ഓരോരുത്തരെ കർത്താവ്. അപ്പോൾ ഈ അഹങ്കാരമൊക്കെ ഗലാത്യ സഭയ്ക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, നിങ്ങളൊന്നുമില്ല, എന്തെങ്കിലും കർത്താവ് തന്നത് ഇച്ചിരി വെച്ചിട്ടാണ് അഹങ്കരിച്ചിട്ട്, അതിനെ ആത്മീയമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും അഹങ്കരിച്ചത്. കർത്താവിൻ്റെ ശുശ്രൂഷ ഒന്ന് വായിച്ചേ. മർക്കോസിലെ സുവിശേഷം 2-ാം അധ്യായം 16-17. മാർക്ക് ചാപ്റ്റർ 2 verse 16 and 17. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്തത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് ശിഷ്യന്മാരോട്, അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. നമ്മളാണ് എന്ത് ചെയ്യും? അവിടെ ഇരിക്കുന്ന ഷീമോൻ്റെ കൂട്ട്, പള്ളിപ്രമാണിയായ ഷീമോൻ്റെ കൂട്ട്, ആ വീട്ടിലാണല്ലോ കർത്താവ് വന്നിരിക്കുന്നത്.
അല്ല ഇതുപോലുള്ള ഓരോ സ്ഥലത്തും കർത്താവ് വന്നെടുത്ത് ഇവിടെ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കർത്താവ് സാധാരണക്കാരോടും പാപികളോടും ചുങ്കക്കാർ, ഇതൊക്കെ ഇസ്രായേലിൻ്റെ ഭാഷയിൽ എങ്ങനെ ഹറാം, അവരുടെ അറബ്സ് പറയുന്ന അല്ലെങ്കിൽ മുസ്ലിംസ് പറയുന്നതല്ല, അവർ ഹറാം എന്ന് വെച്ചാൽ നമുക്ക് പാടില്ല. ചുങ്കക്കാർ, മോശമായി ജീവിക്കുന്ന അല്ലെങ്കിൽ വിചാരികൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ, അവരോട് അങ്ങനെ ഒരു സ്ത്രീ. അപ്പോൾ കർത്താവ് എന്തോ ഇവരുടെ അടുത്തൊക്കെ ചെന്നിട്ടാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, ആർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം? ഞാനിങ്ങനെ ആത്മീയനാന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് വൈദ്യനെ ആവശ്യമില്ല. രോഗിയല്ലാത്തവന് വൈദ്യനെ ആവശ്യമുണ്ടോ? ഞാനിപ്പോൾ എനിക്കൊരു രോഗവുമില്ല, ഞാൻ ഇതിനെ ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടത്? രോഗിയാണ് എവിടെ പോകേണ്ടത്? വൈദ്യസഹായം ആവശ്യമാണ്, വൈദ്യൻ്റെ അടുത്ത് പോകണം. ഈ വാക്യം എടുത്ത് ഇത്ര പേരാണെന്നറിയോ കർത്താവിൽ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, പേഷ്യൻ്റ് നീഡ്സ് എ ഡോക്ടർ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ. ബാക്കിയുള്ളവരെല്ലാം കപടഭക്തരായിട്ട് ഇസ്രായേൽ മുഴുവൻ, അല്ലെങ്കിൽ പരീശന്മാർ, ന്യായശാസ്ത്രിമാർ, ഞങ്ങൾക്കറിയാം, ഞങ്ങളെ ആരും പഠിപ്പിക്കാൻ വരണ്ട, ഞങ്ങൾ എബ്രഹാമിൻ്റെ മക്കളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചീർത്ത് ആത്മീയരായിട്ട് ഞങ്ങൾക്കൊരു കുറവുമില്ല, ഞങ്ങളെ ആരും കറക്റ്റ് ചെയ്യാൻ വരണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്. അവിടെ അവരുടെ മധ്യത്തിൽ ഇരിക്കാതെ, ഇസ്രായേൽ യഹൂദന്മാരുടെ ഇടയ്ക്ക് ഒരു കൾച്ചർ അനുസരിച്ച് ഈ ആത്മീയരുടെ മധ്യത്തിൽ ഇരിക്കാതെ, പരീശന്മാരുടെ മധ്യത്തിൽ ഇരിക്കാതെ പോയൊരു വ്യക്തി പാപിയോടോ ചുങ്കക്കാരൊക്കെ വളരെ പാപികളായിട്ട് അവരെ കണ്ടത്. വലിയ പണക്കാരാണ്, പക്ഷേ അവരെ ആത്മീയരല്ലാത്തവരായിട്ടാണ് കണ്ടത്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ യേശു പാപികളുടെ അടുത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അല്ല ഇതാണോ രക്ഷകൻ? ഇതാണോ ലോകരക്ഷ? എന്തിനാണ് യേശു കർത്താവ് പാപികളുടെ അടുത്ത് പോകുന്നത്? അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്കല്ല എന്നെക്കൊണ്ട് ആവശ്യം, ഇവരുടെ രക്ഷയ്ക്കായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളിങ്ങനെ രക്ഷ പ്രാപിക്കത്തുമില്ല, മറ്റുള്ളവർ രക്ഷിക്കപ്പെടാൻ അനുവദിക്കത്തില്ല. ഒരു ഷോ, കപടഭക്തി, ഞാൻ ആത്മീയനാന്നൊരു ഷോയിൽ നിങ്ങൾ നടക്കുമല്ലേ. നിങ്ങൾക്കറിയാം എത്ര ദൈവമക്കളാണെന്നറിയാം, സാധാരണക്കാരോടും അല്ലെങ്കിൽ ജാതികളോടും പാപികളോടും ഒക്കെ ഇടപെടാതിരിക്കുന്നത്. അവരിങ്ങനെ ദൈവമക്കളെ മാത്രം, അവരുടെ കൂടെയുള്ള കൂട്ടുവിശ്വാസികളോട് മാത്രം സഹരിച്ച്, അവരോട് മാത്രം സഹായിച്ച്, മറ്റേതൊക്കെ വേർപാടാണെന്നാണ് പറയുന്നത്. അല്ല, അവരുടെ കൂടെ പോയി കുടിക്കണ്ട, അവരുടെ കൂടെ പോയി പാപം ചെയ്യണ്ട, പക്ഷെ അവരുടെ കൂടെ സഹരിക്കണം എന്നല്ല ഈ വചനം പറയുന്നത്. എൻ്റെ യേശു കർത്താവ് അങ്ങനെയല്ലേ ചെയ്തത്. അപ്പോൾ ഈ കപടഭക്തിയുടെ വേഷവും ഈ പണ്ട് നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ പാരമ്പര്യവും ആ രീതികളും ആ സിസ്റ്റവും ഒക്കെ മാറ്റിയിട്ട് യേശു കർത്താവ് ചെയ്തതുപോലെ ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ കർത്താവിൻ്റെ മേലുള്ള അഭിഷേകം എന്തുവാണ്? ഈ യെശയ്യാപ്രവചനം 61-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അത് വീണ്ടും ലൂക്കോസ് 4:18 എഴുതിയിരിക്കുന്നത്. യെശയ്യാവ് 61 വായിച്ചേ, 61:1. എന്തിനാണ് ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്? ഐസയ്യ 61:1. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്, യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നത് എന്തുകൊണ്ടാണെന്നറിയാം? എളിയവരോട് സുവിശേഷം അറിയിക്കുവാൻ, എളിയവരെ സഹായിക്കുവാൻ, എളിയവരെ കർത്താവിന് വേണ്ടി നേടുവാൻ ആവശ്യമുള്ളവർക്ക്. അപ്പം അവിടെ എന്തുവാ നമ്മൾ കാണുന്നത്? ഒരു താഴ്മയാണ്, ഇല്ലേ? യേശു ആയിരിക്കുന്നത്, യേശു കർത്താവ് ശരിക്കാരാ? രാജാതി രാജാവാ, നിത്യപിതാവാ. യെശയ്യാപ്രവചനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം യേശുവിനെ പറ്റി എന്തുവാ പറയുന്നത്? ഓ നിത്യപിതാവ്, ഓ അത്ഭുതം, വീര്യനാം ദൈവം. അപ്പം വീര്യനാം ദൈവവും നിത്യപിതാവും വെളിപ്പാട് പുസ്തകത്തിലെല്ലാം പറയുന്ന പോലെ അവൻ ആദ്യനും അന്ത്യനും, അവൻ രാജാതി രാജാവും നീതിയുള്ള ന്യായകർത്താവുമായിരിക്കുന്ന വലിയവനായ യേശു. യേശുവിൻ്റെ മുഖത്ത് നോക്കത്തില്ല ദൂതന്മാർ, മുഖം മറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് നോക്കാനുള്ള യോഗ്യതയില്ല. സാറാഫുകൾ മുഖം മറച്ചിട്ടാണ്, കാലുകളും മറച്ചിട്ടാണ് അവർ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എപ്പോഴും എന്നും. അപ്പം ഹല്ലേലൂയ അങ്ങനെ സ്വർഗീയ സൃഷ്ടികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയവനായ കർത്താവ് ഇവിടെ എഴുതിയിരിക്കുന്ന ഹല്ലേലൂയ താന്നു വന്ന് പാപികളോടും ചുങ്കക്കാരോടും കുഷ്ഠരോഗികളോടും വ്യഭിചാരികളോടും സ്തോത്രം എല്ലാ ഹല്ലേലൂയ സ്തോത്രം ആൾക്കാർ തള്ളിക്കളഞ്ഞ ആൾക്കാർ. അപ്പം ലോകം തള്ളിക്കളയുന്ന ആൾക്കാരോടാണ് സുവിശേഷം പറയുവാനാണ് എന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്. ലോകത്തിൻ്റെ നിയമം എന്തുവാ? എൻ്റെ ക്ലാസ്സിനേക്കാൾ കൂടിയ ക്ലാസ്സിനോട് കൂട്ടുപിടിക്കാൻ ശ്രമിക്കും. ഇല്ല, അതല്ല ലോകത്തിൻ്റെ നിയമം. എല്ലാവർക്കും സെലിബ്രിറ്റീസിനോട് കൂട്ടുപിടിക്കാൻ ഇഷ്ടമാണ്. വല്ല MLA MP വല്ല രാഷ്ട്രീയക്കാരോ ആരെങ്കിലും ഉണ്ടോ അവരോടൊക്കെ കൂട്ടുപിടിക്കാൻ ഇഷ്ടമാണ്. വലിയ പണക്കാരോടൊക്കെ കൂട്ടുപിടിക്കാൻ ഇഷ്ടമാണ്. പ്രസിദ്ധരായിട്ടുള്ളവരോട് കൂട്ടുപിടിക്കാൻ ഇഷ്ടമാണ്.
അതിനല്ല ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. എൻ്റെ ക്ലാസ്സിനേക്കാൾ വലിയ ആരോഗ്യമുള്ള അല്ലെങ്കിൽ ജ്ഞാനമുള്ളവരെ, പണക്കാർ, അല്ലെങ്കിൽ വലിയ ലോകത്തിൽ ഫേമസ് ആയ ആൾക്കാരോട് കൂട്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ തന്നിരിക്കുന്നത് വലിയവനായ ദൈവം യേശു കർത്താവാണ് പറയുന്നത്. അത് വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എടുത്തു പറയുന്നു. 2 പ്രാവശ്യമാണ് പറഞ്ഞത്. യെശയ്യാവ് 61-ലും ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ലൂക്കോസ് 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലും എടുത്തെഴുതിയിരിക്കുവാണ്, യഹോവയായ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന എളിയവരോട് സദ്വർത്തമാനം പറയുവാൻ. അപ്പം പ്രൈസ് ലോർഡ് ദൈവമക്കളേ, ഹല്ലേലൂയ. കർത്താവ് എന്തുവാ ചെയ്ത് നമുക്ക് കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ എന്തുവാ? താന്ന് അവരായിരിക്കുന്ന കുഴിയിലിറങ്ങി അവരെ പറഞ്ഞു മനസ്സിലാക്കി നേടി അവരെ ഹല്ലേലൂയ ക്രിസ്തു എന്ന പാറമേൽ നിർത്തുവാൻ ആ ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും സഹരിക്കുവാൻ, അഹങ്കാരമൊക്കെ മാറ്റി സ്വാർത്ഥത, അതല്ലേ ഗലാത്യ സഭയോട് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗലാത്യ സഭയോട് പറഞ്ഞെന്തോ, നിൻ്റെ അഹങ്കാരമൊക്കെ, നീ വെറും അല്പന, നിൻ്റെ അഹങ്കാരവും വലിയവനാന്നുള്ള ഭാവവും ഒക്കെ മാറ്റിയിട്ട്, അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ വായിച്ചില്ലേ, വലിയവനാന്നുള്ള ഭാവമൊക്കെ മാറ്റിയിട്ട് യു ആർ ഡിസീവിങ് യുവർ സെൽഫ്. നീ അങ്ങനെ ചിന്തിച്ചിരിക്കുക, അവസാനം കാഹളം ഊതുമ്പോൾ സ്വർഗത്തിൽ പോകത്തില്ല. അതാണ് ഡിസീവിങ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നീ വലിയ ആത്മീയരോടെ കൂട്ടുപിടിക്കത്തുള്ളൂ, ദൈവമക്കളോടെ കൂട്ടുപിടിക്കത്തുള്ളൂ എന്നൊക്കെ ചിന്തിച്ചാൽ അവസാനം നീ എവിടെ പോകത്തില്ല. ഈ ലോകമനുഷ്യരോടും അല്ലെങ്കിൽ ആത്മീയരല്ലാത്തവരോടും കൂട്ടുപിടിക്കാനല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. അവരുടെ അടുത്ത് ചെല്ലുക, സഹരിക്കുക, സ്നേഹിക്കുക, സഹായിക്കുക. പരിശുദ്ധാത്മാവ് പറയും എന്ത് ചെയ്യണം, അതുപോലെ അത്താന്നിറങ്ങി ചെല്ലുക, അവരെ കർത്താവിന് വേണ്ടി നേടുവാൻ. നിങ്ങൾ മനസ്സിലായോ? ശുശ്രൂഷയിൽ ആദ്യം പഠിക്കേണ്ടത് എന്തുവാ? ഇന്നത്തെ ഈ കാലഘട്ടത്തിലൊക്കെ സെമിനാരിൽ പോലെ അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പോലെ ആദ്യം അവിടുത്തെ അപ്പോസ്തലനെ കണ്ടിട്ട് വേറെ എന്തെങ്കിലും അവരുടെ ജീവിത രീതിയൊക്കെ കണ്ടിട്ട് വലിയ പിന്നെ എന്തെങ്കിലുമൊക്കെ ആകപ്പാട് വേറൊരു ലെവലിലേക്കാകുവാൻ ശ്രമിക്കും. നിങ്ങൾക്കറിയാം വലിയ അപ്പോസ്തലന്മാരൊക്കെ എങ്ങനെയാണ്? പലരും പറയും എൻ്റെ ബാഗ് പിടിച്ചതാണ് ഈ വ്യക്തി, ഇപ്പം എൻ്റെ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പഴയ അപ്പോസ്തലന്മാരൊക്കെ എങ്ങനെ ബാഗ് പിടിക്കാൻ ഒരാൾ, കഥ തുറക്കാൻ ഒരാൾ. നോർത്ത് ഇന്ത്യയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ദൈവദാസന്മാരെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും, കാലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യും. ഞങ്ങളൊക്കെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ നമ്മളൊക്കെ ചെന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ മസാജിങ് അങ്ങ് തുടങ്ങും. കാലെല്ലാം ഇങ്ങനെ മസാജ്, അവരൊരു സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ കാലിൽ തൊട്ട് വന്നിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അങ്ങോട്ട് ചീർത്ത് വലുതായി ഞാനേതോ അവിടെ ചെന്ന് പൂമാല ഇട്ട് സ്വീകരിക്കും. ഇതൊക്കെ അവിടുത്തെ ഒരു കൾച്ചറാണ്, ഭാരതീയ കൾച്ചർ. ചെന്ന് സ്റ്റേജിൽ ഇരുന്ന് അവിടെ പൂമാല. അപ്പോൾ നമ്മളപ്പോഴത്തേക്ക് ആരായി അവിടുത്തെ MLA-ക്കാൾ വലിയ ആളായി. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ തന്നതിനെന്നറിയാം. എന്നെ അഭിഷേകം അന്യഭാഷ പറയുവാനല്ല, പരിശുദ്ധാത്മാവ് ശരിക്കും നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നുണ്ട്. എളിയവരോട് സദ്വർത്തമാനം സുവിശേഷം അറിയിക്കുവാൻ, എളിയവരെ കർത്താവിന് വേണ്ടി. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആദ്യം സുവിശേഷ വേലയ്ക്ക് വേണ്ടത് എന്തുവാണ്? താഴ്മ. ഞാൻ പറഞ്ഞില്ലേ, വലിയ ആൾക്കാരോട് കൂട്ടുപിടിക്കാൻ ശ്രമിക്കാതെ ഹല്ലേലൂയ എളിയവരോട് സഹരിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാനാണ് എൻ്റെ യേശു ചെയ്ത ശുശ്രൂഷ. യേശു കർത്താവ് കാണിച്ച മാതൃക ബൈബിളിൻ്റെ അകത്ത് 3-4 സുവിശേഷങ്ങളിൽ എഴുതിയിട്ടില്ലേ? അവിടെ എല്ലാം അങ്ങനെയല്ലേ ചെയ്തത്. ആ കാൽപാദങ്ങൾ അല്ലെങ്കിൽ ആ വഴി പിൻപറ്റിയാലേ ഞാനും എവിടെ ചെല്ലത്തുള്ളൂ. യേശു ഇരിക്കുന്നിടത്ത് അപ്പോസ്തലന്മാരും അത് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് സ്തോത്രം. എളിയവരോട് സദ്വർത്തമാനം സുവിശേഷം അറിയിക്കുവാൻ ദൈവമെന്നെ. അപ്പോൾ അവരോട് ആ താഴ്മ വരണം എന്ന് പറഞ്ഞിട്ട് 4-ാമത്തെ വാക്യം, ഇവിടെ ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ, അവരങ്ങനല്ല. നമ്മൾ ഓരോ വാക്യവും ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് അവരുടെ ജീവിതത്തിൽ വരുന്ന. ലാസ്റ്റ് ചാപ്റ്റർ ഗലാത്യർ സഭയ്ക്കുള്ള ലാസ്റ്റ് ചാപ്റ്റർ. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്ന ഓരോരുത്തരും അവൻ എങ്ങനെയാണ് തന്നെത്താൻ ശോധന ചെയ്യട്ടെ, അതിനെപ്പറ്റി തിങ്ക് അബൌട്ട് ഹൗ ഹീസ്. അതിനെപ്പറ്റി ഓർക്ക്, അതിനെപ്പറ്റി ആലോചിക്കുക എന്നാണ് ഇവിടെ എഴുതിയിരിക്കുക. എക്സാമിൻ യുവർ ഓൺ വർക്ക്. അപ്പം മറ്റുള്ളവൻ എങ്ങനെയാണെന്ന് ചിന്തിക്കാതെ നീ എങ്ങനെയാന്ന്, ഞാൻ എങ്ങനെയാന്ന് ഒന്ന് ചിന്തിക്കുക. അതിനു വേണ്ടി സമയമെടുക്കാറുണ്ട്. ശരിക്കും നമ്മൾ അതിനു വേണ്ടി സമയമെടുക്കാറുണ്ട്. ഒന്ന് ചിന്തിക്കാനാണ് പറഞ്ഞത്. ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിലൊക്കെ എന്തുവാണ് നടക്കേണ്ടത്? ഇതാണ് നടക്കേണ്ടത്. എന്നെ കർത്താവ് വിളിച്ച വിളി അനുസരിച്ച് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? എന്നെ കർത്താവ്, ഞാൻ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് യോഗ്യനാണോ? ഈ വചനപ്രകാരമൊക്കെ എത്രത്തോളം മാറ്റം എൻ്റെ ജീവിതത്തിൽ വരണം? എന്നെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ? സാത്താൻ ഏതൊക്കെ രീതിയിലാണ് എൻ്റെ ജീവിതത്തിൽ പോരാടുന്ന ബലഹീനതയായിട്ട്? അവിടെ എത്രത്തോളം സ്ഥലങ്ങളിലാണ് ഞാൻ വീണ് പോകുന്നത്? എവിടൊക്കെ എനിക്ക് ജയത്തോടുകൂടി ജയാളിയായിട്ട് നിൽക്കുവാൻ കഴിയുന്നു? എനിക്ക് ദൈവം എന്തൊക്കെ താലന്തുകൾ തന്നിട്ടുണ്ട്?
എനിക്ക് ദൈവം എന്തൊക്കെ കൃപകൾ തന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗിക്കുമല്ലേ. എൻ്റെ സമയവും, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ജ്ഞാനവും, എനിക്ക് തന്നിരിക്കുന്ന താലന്തുകളും, എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യവും, എനിക്ക് തന്നിരിക്കുന്ന കഴിവുകളും, അതൊക്കെ ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗിച്ച് ഞാൻ തന്നെ അങ്ങ് സന്തോഷമായിട്ട് ഇരിക്കുവാണോ? ഇതൊക്കെ ഞാനും എൻ്റെ കർത്താവും മാത്രമുള്ള സമയത്ത് ഒന്ന് ചിന്തിക്കാൻ, ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കി എന്ത് ചെയ്യണം, ഒന്ന് ചിന്തിക്കുവാൻ. എനിക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ചെയ്തു, കമ്പനിക്ക് വേണ്ടി ചെയ്തു, ദൈവം എനിക്ക് തന്ന കുടുംബത്തിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിനൊരു അരമാർക്ക് പോലും ഇല്ലെന്ന്. അതൊക്കെ നമ്മൾ ചെയ്യുവാൻ കടപ്പെട്ടവരാ. കുടുംബത്തിന് വേണ്ടി കരുതാത്തവനാഥവനാ. അതൊക്കെ നമ്മൾ ചെയ്തേലേ പറ്റും. അത് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ആഹാരം കുക്ക് ചെയ്താലല്ലേ കഴിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ അതിനുവേണ്ടി ജോലി ചെയ്താലല്ലേ കുക്ക് ചെയ്യാൻ സാധനം വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു ബേസിക് നെസസിറ്റി, ജസ്റ്റ് ബേസിക്. നമ്മുടെ ജീവിതത്തിൽ എന്തുവാണ്? വെറും സാധാരണ കാര്യങ്ങൾ. ഇന്ന് കഴിച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ടോയ്ലറ്റിൽ പോയാലേ പറ്റൂ. പോകാതെ എത്ര പേർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും വിശക്കും, പിന്നെയും കഴിച്ചാലേ പറ്റൂ. രാത്രി ആകുമ്പോൾ ഉറങ്ങിയാലേ പറ്റൂ. ഉറങ്ങാനും കിടക്കാനും ഒക്കെ ഒരു സ്ഥലം വേണം, ഒരു സീലിംഗ് വേണം, ഒരു ഷെൽട്ടർ വേണം, വെളിയിൽ പോകുമ്പോൾ ഇടാനൊരു ഡ്രസ്സ് വേണം. ഇത്രയൊക്കെ ഉള്ളൂ. ജീവിതത്തിൻ്റെ കാര്യങ്ങൾ എന്തുവാണ്? ബേസിക്സ്, ജസ്റ്റ് ബേസിക്സ്. ഇതിനേക്കാളൊക്കെ വലിയ ഇതിനൊന്നും അല്ല. ഞാനീ പറയുന്ന കാര്യമൊക്കെ മൃഗങ്ങൾ പോലും കണ്ട പട്ടിയും പൂച്ചയൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. അവരും കഴിക്കുന്നു, അവരും ടോയ്ലറ്റിൽ പോകുന്നു, അവരും എവിടെയെങ്കിലും കിടക്കുന്നു. ഇതൊക്കെ വെറും നമ്മൾ ക്രിയേഷനിലുള്ള, സൃഷ്ടിയിലുള്ള ബേസിക്കാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന ബേസിക്കായിട്ടല്ല ദൈവമക്കളെ. നമ്മളെ വിളിച്ചിരിക്കുന്ന കർത്താവിൻ്റെ മണവാട്ടിയായിട്ടാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന വലിയവനായ ദൈവത്തോടു കൂടി രാജാക്കന്മാരായിട്ട് പുരോഹിതന്മാരായിട്ട് വാഴുവാനാണ്. ജയാളികളാണോ നീ കർത്താവിൻ്റെ കൂട്ടവകാശിയാണ്. സ്വർഗത്തിൽ ഹാലല്ലേ കർത്താവിൻ്റെ കൂട്ടവകാശിയായി തീരുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറന്നു പോകല്ലേ. ദ കോളിംഗ് ഈസ് സോ ഗ്രേറ്റ്. വിളി എത്ര ശ്രേഷ്ഠമാണ്. അപ്പം നീ ആ വിളി അനുസരിച്ച് എത്രത്തോളം കോപ്പറേറ്റ് ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ എത്രത്തോളം വിട്ടുകൊടുക്കും. ദൈവസന്നിധിയിൽ ഇപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, പകൽക്കാലം എല്ലാവരും ഫുൾ സമർപ്പണത്തിലാണ്. ഒരു സമർപ്പണ മീറ്റർ നിങ്ങളുടെ മേളിൽ കൂടെ ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒരു 80-90% കുറഞ്ഞ സമർപ്പണത്തിലാണ് ഇരിക്കുന്നത് അല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തൊട്ടോ എൻ്റെ കാര്യം, എന്നെ അനുഗ്രഹിക്കണേ, എന്നെ സഹായിക്കണേ, എൻ്റെ കാര്യം, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ജീവിതം, എൻ്റെ ഭാവി, എനിക്ക് എൻ്റെ വിഷയങ്ങൾ, ഇങ്ങനായി പോകുവാണോ? അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുന്നത് ഈ സഭയോടും പറയുക, നീ എന്ത് ചെയ്യണം? 4-ാമത്തെ വാക്യം വായിച്ച്. ഞാൻ തന്നെ എന്നെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം, ഒന്ന് മാർക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ എനിക്ക് എന്ത് ചെയ്യണം? ഒന്ന് ശോധന ചെയ്തിട്ട്, ഒന്ന് അനലൈസ് ചെയ്തിട്ട്, ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് എന്നെ എത്രത്തോളം കഷ്ടത കർത്താവിന് വേണ്ടി സഹിക്കാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം എനിക്ക് ദൈവം തരുന്ന അവസരങ്ങളൊക്കെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കഴിയുന്നു. സമയം ഞാൻ പാഴാക്കുമല്ലേ എൻ്റെ ജീവിതത്തിൽ. ഒരാഴ്ച എനിക്ക് സ്വർഗരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും? ഇവിടെ കൊണ്ടുവന്നിങ്ങനെ എന്തെങ്കിലും കൊണ്ടിടുന്ന ഒരു ഓഫറിങ്ങിൻ്റെ കാര്യമല്ല പറയുന്നത്. അതൊക്കെ കർത്താവിൻ്റെ വേലദേശത്ത് നിലനിൽക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഭാഗങ്ങൾ. അതൊന്നും അല്ല കർത്താവിന് വേണ്ടത്. നിങ്ങൾ കർത്താവ് വിളിച്ച വിളി അനുസരിച്ച് എത്രത്തോളം ഈ അധരം എന്ത് ചെയ്യണം, ഈ നാക്ക് എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ബളബള അടിക്കുമല്ലേ. നാക്ക് എന്ത് ചെയ്യണം? ആർക്ക് വേണ്ടി ഉപയോഗമാകണം? ഈ ആരോഗ്യം, ഈ കൈയും കാലും ഒക്കെ ആർക്ക് വേണ്ടി ഉപയോഗമാകണം? സ്തോത്രം, ഹല്ലേലൂയ. അപ്പം എനിക്ക് ദൈവം തന്നിരിക്കുന്ന കുടുംബം, എനിക്ക് ദൈവം തന്നിരിക്കുന്ന എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സമയം, ദൈവം തരുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, ഇത് ആർക്ക് വേണ്ടി അപ്പം ഇത് ഞാൻ തന്നെ ഇരുന്നൊന്ന് ശോധന ചെയ്യണം. മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ മൈനസ് ആയിരിക്കും, 0 പോലും കാണത്തില്ല. -10, -5, -2 ഒക്കെ ആയിരിക്കും. കാര്യം ഒന്നും കർത്താവിന് വേണ്ടി അധികം ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആഗ്രഹമുണ്ട്. അവിടെ ഗലാത്യ സഭയോട് നീ തന്നെ ശോധന ചെയ്ത്. അപ്പം ഞാൻ ശോധന ചെയ്യുമ്പോൾ പണ്ട് ഞാൻ കർത്താവിന് വേണ്ടി ഒത്തിരി കഷ്ടം സഹിച്ചു. ഓക്കെ, നല്ല കാര്യം. അത് നിൻ്റെ കയ്യിലങ്ങ് വെച്ചോ. അത് നീ പറഞ്ഞുകൊണ്ട് നടക്കണ്ട. പണ്ട് ഞാൻ കർത്താവിന് വേണ്ടി ഒത്തിരി ചെയ്തായിരുന്നു. പണ്ടത്തെ കഥയല്ല ചോദിക്കുന്നത്. ഇപ്പം നിനക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ നടത്തപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓരോ ദിവസവും ഓരോ സമയവും ദൈവത്തിന് വേണ്ടി ഗലാത്യ സഭയോട് പറയും, ഒന്ന് ശോധന ചെയ്യ്. ദൈവം നിന്നെ അഭിഷേകം ചെയ്തത് എന്തിനാണ്? ആ പേർപ്പസ് നടക്കുന്നുണ്ടോ? നിൻ്റെ മേൽ പകർന്നിരിക്കുന്ന കൃപ എന്തിനാണ്? ദൈവം ആരോഗ്യവും തന്നിരിക്കുന്ന എന്തിനാണ്? എത്ര പേരാ ലോകം വിട്ട് കടന്നു പോകുന്നത്? ചെറുപ്പക്കാർ. ഈ അടുത്ത സമയത്തൊക്കെ ഒത്തിരി പേര് ചെറുപ്പക്കാർ
ലോകം വിട്ട് കടന്നു പോകുന്നവരൊക്കെ ഫേസ്ബുക്കിൽ കാണുകയോ നമ്മുടെ നാട്ടിലുള്ളവർ കുടുംബത്തിലുള്ളവരൊക്കെ പോയല്ലോ. അവരുടെ മരണവാർത്ത കാണുമ്പോഴാണ് നമ്മൾ ഷോക്കോടുകൂടി ഓർക്കുന്നത്. ഇന്നും ഞാൻ ജീവനോടിരിക്കുന്ന എന്തുകൊണ്ടാണ് ദൈവമക്കളെ? ദൈവത്തിനൊരു പ്ലാനുണ്ട്. അയ്യോ ഞാൻ ജീവനോടിരിക്കുന്ന സ്തോത്രം കൃപ അതല്ല. ലോർഡ് ഹാസ് എ പ്ലാൻ. ഒരു പേർപ്പസ് ഉണ്ടെന്ന്, ഒരു ശുശ്രൂഷ ഉണ്ടെന്ന്. പേർപ്പസ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്തുവാണ്? ഒരു വലിയ ശുശ്രൂഷയുണ്ട്. അപ്പം ഞാൻ തന്നെ ചിന്തിക്കണം, ഞാൻ എത്രത്തോളം അതിന് അവൈലബിൾ ആയിത്തീരുന്നു. എൻ്റെ സൃഷ്ടായുസ് ഞാൻ എങ്ങനെ അതിനെ ക്രമീകരിക്കണം, ഞാൻ ഈ ഓർഗനൈസ് ചെയ്യണം. എൻ്റെ ജീവിതം എന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. ഒരു കമ്പനി ആണെങ്കിൽ അവർ ലേ ഓഫ് ഒക്കെ ഇടയ്ക്ക് നടത്തുന്നത് എങ്ങനെയാണ്? അവർ നഷ്ടം വരുത്തുന്നത്. ഞാൻ ഈ അടുത്ത സമയത്ത് നല്ല 2 ബ്രാഞ്ച്, ഞങ്ങളൊരു 4-5 ബ്രാഞ്ച് ഉണ്ടായി. ഞാനും സജീവറൊക്കെ എപ്പോഴും പോയിക്കൊണ്ടിരുന്ന ഒരു തമ്മനത്തെ ഒരു റിലയൻസ് സൂപ്പർ മാർക്കറ്റ്, ഈ സ്റ്റേഡിയം ഗ്രൗണ്ടിലുണ്ട്, ഇതെല്ലാം അടച്ചു കൂട്ടി. റിലയൻസ് നോക്കിയപ്പോൾ അവർക്ക് നഷ്ടം വരുന്ന സൂപ്പർ മാർക്കറ്റ്സൊക്കെ എന്ത് ചെയ്യുന്നു? പൊന്നൂരിനിലും പാലാരിവട്ടത്തൊക്കെ ഉണ്ട്. ബാക്കി 2 എനിക്ക് അറിയാവുന്ന ഇവിടെ 2 എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്, നല്ല ഓഫറൊക്കെ കിട്ടുമായിരുന്നു. അടച്ചു കൂട്ടി. എല്ലാ കമ്പനികളും എങ്ങനെയാണ്? അവരങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യും. നഷ്ടങ്ങളൊക്കെ എന്ത് ചെയ്യും? അവരതങ്ങ് ക്ലോസ് ചെയ്യും. പ്രയോജനമില്ലാത്തതൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ ലോകം ബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഈ പാഴാകുന്ന സമയങ്ങൾ, അതിന് ലോകത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റാണോ ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണോ, ഈ പാഴാകുന്ന സമയങ്ങളൊക്കെ ഒന്ന് എങ്ങനെ എനിക്കത് കർത്താവിന് വേണ്ടി പ്രയോജനമാക്കി തീർക്കാൻ പറ്റും? അത് ആര് ശോധന ചെയ്യണം? ഞാനും എൻ്റെ കർത്താവും. പരിശുദ്ധാത്മാവും ദൈവത്തോട് ചോദിക്കണം, ഹൗ ക്യാൻ ഐ ബി മോർ ഫ്രൂട്ട്ഫുൾ ടു? എൻ്റെ പ്രയത്നങ്ങൾ ഒത്തിരി ഓടുന്നുണ്ട്, ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്, ഒത്തിരി വേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഈ പ്രയത്നങ്ങളൊക്കെ എങ്ങനെ കർത്താവിന് ഫലവത്തായി തീരണം? അപ്പോൾ ഞാനും ഇത് നീ ആലോചിക്കാനാണ് സഭയോട് പറഞ്ഞത്. നീ എന്ത് ചെയ്യണം? ദൈവവുമായിട്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. ദൈവവുമായിട്ടിരുന്നൊന്ന് ആലോചിക്കുക. 5-ാമത്തെ വാക്യം വായിച്ചിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഓരോരുത്തരും എന്ത് ചെയ്യണം? താൻ്റെ ചുമട് ചുമക്കുമല്ലോ. ഇവിടെ ഗ്രീക്കിലൊക്കെ എഴുതിയിരിക്കുന്ന ആ ഒരു യുവർ പോർഷൻ, യുവർ റെസ്പോൺസിബിലിറ്റി എന്ന് എഴുതിയിരിക്കുന്നത്. അല്ല ചുമ്മാ കുറച്ച് ലോഡ് ചുമക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരും നിങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി, യുവർ പോർഷൻ, നീ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടത്. നീ വേറെ ആടെ കാര്യം 4-ാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞിട്ടാണ് ഇവിടെ 5-ാമത്തെ വാക്യത്തിലാണ്. 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ് നീ മറ്റുള്ളവരുടെ കാര്യമല്ല ചിന്തിക്കേണ്ടത്, മറ്റുള്ളവർക്ക് മാർക്കിടാനല്ല ഇരിക്കേണ്ടത്. നീ നിൻ്റെ കാര്യം എന്ത് ചെയ്യണം? ഒന്ന് ഇത് പേഴ്സണലാണ്, കർത്താവുമായിട്ടുള്ള ബന്ധം പേഴ്സണലാണ്. അതുകൊണ്ട് സ്തോത്രം. എൻ്റെ കുടുംബത്തിൽ ആരും അതിന് എൻകറേജ്മെൻ്റ് അല്ല, അവരാരും എന്നെ സഹായിക്കുന്നില്ല. കർത്താവ് അതൊന്നും അല്ല പറയുന്നത്. നീ നിൻ്റെ കാര്യങ്ങൾ, നിനക്ക് ദൈവം പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ പകർന്നിരിക്കുന്ന കൃപ പറഞ്ഞ് നീ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, കുടുംബം നിന്നോ സഭ നിന്നോ അവരെയൊക്കെ നിർത്തുവാൻ എൻകറേജ് ചെയ്യണം. അവർ നിന്നാലും നിന്നില്ലേലും നീ ദൈവത്തിന് വേണ്ടി നിന്നില്ലെങ്കിൽ കർത്താവ് നിന്നോട് ആ നാൾ ചോദിക്കും. ആ നാളിൽ ഹൗവ പറഞ്ഞ പോലെ, അയ്യോ എൻ്റെ കൂടെ ഇരിക്കുവാൻ ആദാം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഹൗവ പറഞ്ഞ് ഈ പാമ്പ് എന്നെ കളിപ്പിച്ച. ആദാമിന് ചോദിച്ചപ്പോൾ എനിക്ക് കൂട്ടായിട്ട് തന്നില്ല ഒരു കമ്പാനിയൻ, അവളാണ് എന്നെ കളിപ്പിച്ചത്. അതുകൊണ്ട് ആദാം പനിഷ്മെൻറ്റ് ഇത് രക്ഷപ്പെട്ടോ? അങ്ങനെയൊന്നും അവർ കുടുംബം നിന്നില്ല. എൻ്റെ സാഹചര്യം ഇതൊന്നും കർത്താവിന് കേൾക്കണ്ട. നമുക്ക് കൃപ തരുന്നത് എന്തിനാണ്? കർത്താവിന് വേണ്ടി നിൽക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കുമ്പോയിട്ടും അല്പസമയം ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് മുട്ടുമടക്കിക്കൊണ്ടില്ല. ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞില്ലേ, ഓരോരുത്തരും എന്ത് ചെയ്യണം? താൻ്റെ ചുമട്. ദൈവരാജ്യത്തിന് വേണ്ടി നീ ചെയ്യേണ്ട വേലയുണ്ട്. അതിനെപ്പറ്റി ഓർക്കുമ്പോഴേ തല കറക്കുക. ഇല്ല, അയ്യോ അത് വലിയ ഇത് ഞാൻ എങ്ങനെ ചെയ്യും? ഗിദെയോൻ ആദ്യം പറഞ്ഞത് അങ്ങനെ, ഒന്ന് ചിന്തിച്ചത് അങ്ങനെ. ദൈവമേ, ഞാൻ വെറും സാധാരണക്കാരൻ, എനിക്കൊരു നല്ല സ്വഭാവമുണ്ട്, എൻ്റെ ഓഹരി ഞാൻ ശത്രുവിന് വിട്ടുകൊടുത്തില്ല, അത് കണ്ട കർത്താവ് എന്നെ തിരഞ്ഞെടുത്ത്. പക്ഷേ ഇതൊരു വലിയ ശുശ്രൂഷയല്ലേ? കർത്താവ് പറഞ്ഞു പിന്നെയും കുറയ്ക്കുക. ദ നമ്പർ കെയിം ഡൗൺ ടു 300. ഈ വലിയ ശത്രുവിനെയും അവരുടെ സൈന്യത്തെയും ആ രഥങ്ങളും കുതിരയോട് നിൽക്കുവാൻ സാധാരണക്കാരായ വെറും 300 പേരെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഇവിടെ വേണ്ടത് സമർപ്പണമുള്ളവരെ. അതേ മക്കളെ, ഇവിടെ വേണ്ട ഒരു സ്റ്റേഡിയം നിറച്ച ആളല്ല. അല്ലല്ല, ഇവിടെ വേണ്ട ഒന്നിച്ച് ടീമായിട്ട് നിൽക്കുവാൻ സമർപ്പണമുള്ളവരെയാ. ഭാരം ചുമക്കുവാൻ, സഹോദരങ്ങളുടെ ഭാരം ചുമക്കുവാൻ. ഇവിടെ ആദ്യം നമ്മൾ ഇന്ന് വാക്യം വായിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്ന ശുശ്രൂഷയുടെ ഭാരം ചുമക്കുവാൻ. ടേക്ക് യുവർ ഓൺ, 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ടേക്ക് യുവർ ഓൺ റെസ്പോൺസിബിലിറ്റി, യുവർ ഓൺ ലോഡ്. അവരോട് ചുമട് ചുമക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ശരിക്കും ദേശത്തിലെ ശുശ്രൂഷയ്ക്ക് ഒരു ടീമായിട്ട് നിർത്തിയിരിക്കുമല്ലേ, തൂണായിട്ട് നിർത്തിയിരിക്കുക. എത്ര പേരാ ഭാരം ചുമക്കുന്നുണ്ട്? നിങ്ങൾ ചുമക്കാത്ത ദിവസങ്ങളും ആഴ്ചയിലും ആ ഭാരം എവിടെ വരുന്നുണ്ട്? ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ കുടുംബമൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ചിന്തിച്ച എത്ര പേര് സഭയിൽ ആ ലോഡ് ചുമക്കുന്നു എന്ന് എനിക്കറിയത്തില്ല.
കാരണം നിങ്ങൾ ചുമക്കാതെ വരുമ്പോൾ ആരെങ്കിലും ഒരാൾ ചുമക്കുന്നുണ്ട്, അവർക്ക് ആ ഭാരം കൂടുതലായിട്ട് വരും. അറിയാമല്ലോ, ലോഡ് ചുമക്കുന്നതിൻ്റെ നിയമം അറിയാമല്ലോ. 4 പേര് ചേർന്ന് ഒരു മരത്തിൻ്റെ ഒരു വലിയൊരു തടിയുടെ കഷ്ണം ചുമക്കുവാണെങ്കിൽ 3 പേര് കൈ അഴിച്ചു കഴിഞ്ഞാൽ ആ ലോഡ് മുഴുവനും പിടിക്കുന്നവൻ്റെ കയ്യിൽ വരും. പലപ്പോഴും ആത്മാവിൽ ഞങ്ങൾക്കറിയാം സഭയെപ്പറ്റി, ദേശത്തെ പ്രവർത്തനത്തെപ്പറ്റി, ഓരോ ആത്മാക്കളെപ്പറ്റി, പുതിയ ആത്മാക്കൾ വരുവാൻ ഈ കൊച്ചി പട്ടണത്തിൽ ഇത്രയും അന്യാരാധനയും പാപവും പെരുകുമ്പോൾ നിങ്ങൾ ആ ലോഡ് ചുമക്കുന്നില്ലെങ്കിൽ ചുമക്കുന്നവരുടെ മേൽ ആ ലോഡ് കൂടുതലായിട്ട് വരും. അവർ വല്ലാതെ കിടന്ന് കഷ്ടം അനുഭവിക്കും. ബൈബിൾ എന്തോ ഗലാത്യ സഭയോട് പറയുന്ന പോലെ ഇന്ന് പകൽക്കാലം കൊച്ചിയിലെ സഭയോടും പറയുക, ഹല്ലേലൂയ. 1, സഹോദരങ്ങളുടെ ഭാരം ചുമക്കുവാൻ. 2, ദേശത്തെ ശുശ്രൂഷ, ദേശത്തെ കർത്താവ് ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുവാൻ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാരം ചുമക്കുവാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ചേർന്ന് നിങ്ങളുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ പോരാ. കർത്താവ് ഓരോ ദിവസവും പകൽ ആരംഭിക്കുമ്പോൾ കർത്താവ് ഈ ദേശത്ത് ഞങ്ങളൊരു ആത്മീയ കൂട്ടമായിട്ട് നിർത്തിയിരിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ചെയ്യേണ്ട ശുശ്രൂഷ എന്തുവാ കർത്താവേ? ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദേശത്തുള്ള സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആ ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ ന്യായവിധൂസത്തിലും ഈ ലോകത്തിലും കണക്ക് പറയേണ്ട വരുമോ? അല്ല, കർത്താവിനോട് കണക്ക് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇടിമുഴക്കത്തോട് ശബ്ദത്തോട് ഒരു ഒറ്റ ചോദ്യം ചോദിച്ചാൽ നമ്മുടെ നാക്കിറങ്ങിപ്പോവും. അതുകൊണ്ട് കർത്താവിനോട് കണക്ക് പറയാൻ നമുക്ക് പറ്റത്തില്ല. അതിനേക്കാൾ നല്ലത് എന്തുവാ? കർത്താവിനോട് ആർഗ്യൂ ചെയ്ത് നിൽക്കുന്നതിന്, അടി കൊള്ളുന്നതിനേക്കാൾ നല്ലത് ദൈവം നമ്മളെ ഏൽപ്പിച്ച. അതുകൊണ്ട് ഇവിടെ 5-ാമത്തെ ഭാഗത്ത് ഓരോരുത്തരും അവൻ്റെ ഭാരം ചുമക്കുകയും. ഇനി കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷയുടെ ലോഡ് കൂടുതലാണെന്ന് തോന്നിച്ചു കഴിഞ്ഞാൽ മത്തായി സുവിശേഷം 11-ാം അധ്യായം 28 തൊട്ട് 30 വരെ ഒന്ന് വായിച്ചു നിർത്താം. മാത്യു 11:28-30. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും, ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. 2 കാര്യം ഇവിടെ നമ്മൾ കാണുന്നത്. 1, നിങ്ങൾക്ക് ആ ഭാരം വലുതാണോ? ആ ഭാരം കൊണ്ട് എവിടെ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഭാരം കർത്താവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് അതിനാവശ്യമായ കൃപ തരും. ഇതിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല കേട്ടോ. ചില കുഞ്ഞുങ്ങൾ വളരെ അപ്പനെ അമ്മയോ എനിക്കത് പറ്റത്തില്ല, എന്നാൽ ഞാനങ്ങ് ചെയ്യാം, നീ ഒന്ന് പോയി കിടന്നുറങ്ങി. ആ പണിയൊന്നും കർത്താവിൻ്റെ അടുത്ത് നടക്കത്തില്ല. പേരൻസ് ഇങ്ങനെ കുഞ്ഞുങ്ങളെയും കരുതി അവർക്ക് ലോഡ് കൊടുക്കാതെ എത്ര നാൾ നിങ്ങൾ ലോഡ് കൊടുക്കാതിരിക്കും? ഈ കുഞ്ഞുങ്ങളെയും കരുതി അവർക്ക് ലോഡ് എടുക്കാതെ, അവരെ പണിയെടുപ്പിക്കാതെ, ലോഡ് എടുക്കാതെ നമ്മൾ അവരോട് ചെയ്യുന്ന ദോഷമാണ്. വി ആർ നോട്ട് എ ഗുഡ് ട്രെയിനർ. പേരൻറ്റിങ്ങിൽ നമ്മൾ ഫെയിലിയറായി പോവുക. അങ്ങനെയുള്ള പേരൻസ് പേരൻറ്റിങ്ങിൽ ഫെയിലിയറായിപ്പോൾ കുഞ്ഞുങ്ങളെ ലോഡെടുത്ത് വളർത്തണം, പണിയെടുത്ത് വളർത്തണം. അവരെ ബുദ്ധിമുട്ട് അനുഭവിച്ചും പട്ടിണി അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ ആണെങ്കിൽ എല്ലാ കാര്യം പറയുന്ന വാങ്ങിച്ചു കൊടുക്കാനല്ല, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അല്ലെ ഒരു അല്പം ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ സഹിക്കാൻ പറ്റാതെ അവർ തീർന്നു പോകും. കർത്താവിൻ്റെ അടുത്ത് അയ്യോ കർത്താവേ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ക്രൂശ് കൂടുതലാണ്, ഈ ബേർഡൻ കൂടുതലാണ്, ശുശ്രൂഷയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് എന്തു പറയും? ഞാൻ തരാം, ബാ എൻ്റെ അടുത്ത് വാ, കൃപ തരാം, അഭിഷേകം തരാം. ഇത് വർക്കൗട്ട് ചെയ്യുവാനുള്ള ഈ മിഷൻ ദൈവം, ഇഫ് ലോർഡ് ഹസ് എൻട്രസ്റ്റഡ് യു എ മിഷൻ, ചെയ്തേലേ പറ്റൂ ദൈവമക്കളെ. ശുശ്രൂഷ ചെയ്തേലേ പറ്റൂ. എവിടെ രക്ഷപ്പെട്ട് എവിടെ ഓടിയാലും അവിടെ എല്ലാം ഇട്ട് കർത്താവ് പിടിക്കും. അല്ലെങ്കിൽ അവസാനം ഒട്ടും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കൈവിടും. അതിനേക്കാൾ നല്ലത് എന്തുവാ? ഈ ഭാരം നിനക്ക് വലുതാണോ? കം ടു ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചില്ലേ 2 കാര്യങ്ങൾ. 1, ഞാൻ അതിനെ, നിൻ്റെ ഭാരം ഞാൻ ലഘുവും മൃദുവാക്കി തരാമെന്ന് വാഗ്ദത്തം ചെയ്തത് ആരാ? എല്ലാത്തിനും ആൻസറുണ്ട്, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. സർവശക്തനായ ദൈവമാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളുടെയും വിടുതലും അത്ഭുതങ്ങളും പ്രവർത്തിക്കുവാൻ കഴിവുള്ള അല്ലെങ്കിൽ ഏക സത്യ ദൈവമാണ് പറയുന്നത്. എൻ്റെ അടുത്ത് വാ നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട്, ഞാൻ അതിന് എന്ത് ചെയ്യാം? പിന്നെയും അയ്യോ എനിക്ക് വയ്യായേ ഭാരമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. യേശുവിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭാരം എവിടെ കൊടുക്കുക? അല്ല, ഈ ശുശ്രൂഷയെപ്പറ്റി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലോഡ് ചുമക്കുക. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും? 2 കാര്യങ്ങൾ നമ്മളോട് വായിച്ചു. 1, നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വന്നാൽ അത് ലഘു മൃദുവാക്കി തരും. അത് കഴിഞ്ഞ് താഴ്ത്ത് വായിച്ച്. 2ാമത് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? നമ്മൾ കർത്താവ് ഇതിൽ കൂടി കടന്നു പോയത് എങ്ങനെയാണ്? കർത്താവിനും ചെയ്യാൻ പറ്റാത്തൊരു വലിയ ശുശ്രൂഷയാണ് പിതാവായ ദൈവം ഏൽപ്പിച്ചത്. കഴിയുമെങ്കിൽ ഈ ഭാരം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പോയി ഒരു മനുഷ്യനായിട്ട് വന്നതുകൊണ്ട് കർത്താവ് അവിടെ എന്തുവാ പറയുന്നത്? സൗമ്യതയോടുകൂടിയും. ഈ എങ്ങനെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ ഈ മരുഭൂമി യാത്രയിൽ മുൻപോട്ട്?
താഴ്മയെ പറ്റിയാണ് ഇന്ന് നമ്മൾ മുഴുവൻ പഠിച്ചത് ആദ്യത്തെ വാക്യം തൊട്ട്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. എൻ്റെ അടുത്ത് വന്നാൽ ആ മുഖം കൂടി കർത്താവ് തരും. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് കർത്താവ് തരും. എങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ കൂടെ സൗമ്യതയോടുകൂടിയും താഴ്മയോടുകൂടിയും പോകുവാൻ കഴിയും? ഇത്രയും പരീക്ഷകൾ കൂടി കടന്നു പോകുമ്പോഴും സ്തോത്രം കർത്താവേ, താങ്ക് യു ജീസസ്, നന്ദി കർത്താവേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി എങ്ങനെ മുൻപോട്ട്, പെറുവെറുപ്പ് കൂടാതെ, കംപ്ലൈൻറ്റ് കൂടാതെ, കൺഫ്യൂഷനിലായി തീരാതെ, കർത്താവിനോട് മർദ്ദലിക്കാതെ, സ്തോത്രം ക്ഷീണിച്ച് പോകാതെ, ഡെസ്പറേറ്റായി തീരാതെ, ഇത്രയും പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുമ്പോഴും സൗമ്യ, ചിലപ്പോൾ പോരാട്ടമൊക്കെ വളരെ ശക്തമായിട്ട്, കാറ്റ് നമുക്ക് വിരോധമായിട്ട് വളരെ ശക്തമായിട്ട് കടന്നു പോകുമ്പോഴും സൗമ്യതയോടുകൂടിയും താഴ്മയോടുകൂടിയും എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ കർത്താവുണ്ട്. എൻ്റെ ഭാരങ്ങളെല്ലാം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ വെച്ചിരിക്കുക. എൻ്റെ യേശു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെന്നേ, ഹി വിൽ മേക്ക് ഇറ്റ് ലൈറ്റ് ആൻഡ് ഈസി ഫോർ മീ. അത് മൃദുവും ലഘുവുമാക്കി തരാം. എൻ്റെ ഭാരങ്ങൾ വെയിറ്റ് ഇല്ലാതാക്കി തരും. പിന്നെ എനിക്ക് ചുമക്കാം. എൻ്റെ ഭാരങ്ങൾ വെയിറ്റ് ഇല്ലാതാക്കി തന്നാൽ പിന്നെ എനിക്ക് ചെയ്യാം. എനിക്കത് ചെയ്യാൻ പറ്റുമോ കർത്താവിന്? ദൈവസന്നിധിയിൽ ഒരു വിഷയവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് എടുക്കുന്ന തീരുമാനമല്ലേ ശ്രേഷ്ഠം? പിന്നെ എന്തിനാ നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഭാരവും തീരുമാനവും കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ദൈവസന്നിധിയിൽ എല്ലാ വിഷയങ്ങളും സമർപ്പിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവ് ഒന്നുകൂടി പറയുക, നമ്മുടെ എല്ലാ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഓൾറെഡി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഏറ്റവും ശ്രേഷ്ഠമായ തീരുമാനമാണ്. അത് നമ്മൾ ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ സമയത്ത് അത് കാണാൻ പോകുവാണ്. കർത്താവിൽ വിശ്വസിക്കാം, കർത്താവിൽ ആശ്രയിക്കാം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി, നിനക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയും താലന്തുകളും കഴിവുകളൊക്കെ എത്രത്തോളം കർത്താവിന് വേണ്ടി, അതിനെപ്പറ്റി ചിന്തിക്കുക. തിങ്ക് അബൌട്ട് ദാറ്റ്. അന്ന് ഇന്ന് തൊട്ട് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. ഓരോ സംസ്ഥാന ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രാർത്ഥനാ ശൈലി ഒന്ന് മാറട്ടെ. ഈ കർത്താവിനെ അറിയാത്തവർ പ്രാർത്ഥിക്കുന്നവർ, എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് തരണമേ, ഇങ്ങനെ തോണ്ടി കർത്താവ് തരണമേ, അപേക്ഷിക്കണേ, തരണേ. എന്തുവാ നമ്മളും യേശുവുമായിട്ട് കർത്താവുമായിട്ടുള്ള ബന്ധം ഇതാണോ? ഈ ബെഗറിൻ്റെ ബന്ധമാണോ? സ്തോത്രം. വെറും യാചകൻ്റെ അല്ലല്ലോ. മക്കളാ, അവകാശികളാ. എൻ്റെ സ്വർഗീയ അപ്പച്ചൻ തരുന്നത് എനിക്ക് മതി. ഞാൻ വഴി തെറ്റിപ്പോകുവാൻ, അഹങ്കരിക്കുവാനുള്ളതൊന്നും എൻ്റെ കർത്താവ് എൻ്റെ അപ്പച്ചൻ എനിക്ക് തരത്തില്ല. എൻ്റെ അപ്പച്ചൻ എനിക്ക് തരുന്നത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്, ഏറ്റവും നല്ലതാണ്. ആ നടത്തുന്ന വഴികളെ ഓർത്ത് സ്തുതിക്കാം. പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളൊക്കെ മാറി, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് ലോർഡ്സ് പ്ലാൻ ഈസ് പെർഫെക്റ്റ്. ദൈവത്തിൻ്റെ പദ്ധതി അത് കുറവില്ലാത്തതാ. ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്ക് ഈ ദിവസങ്ങൾ ഒത്തിരി ചിന്തിക്കാനാണ് കർത്താവ് അസൈൻമെൻറ്റ് തന്നിരിക്കുന്നത്. ഇതൊരു അസൈൻമെൻറ്റാണ്. ഈ ആഴ്ച മുഴുവൻ എന്ത് ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്? ചിന്തിച്ചോളാൻ. ഞാൻ എന്തിനാ രക്ഷിക്കപ്പെട്ടത്? എന്തിനാ ദൈവസന്നിധിയിൽ വന്നത്? ഒരു സഭ മാറി വേറൊരു സഭയിലോട്ട് പോകാൻ, ഇവിടെ സഭയൊന്നും മാറിയിട്ടൊരു കാര്യമില്ല. അങ്ങനെ ഒരു മാറ്റവും ഇല്ല. മാറേണ്ടത് എവിടാണ്? പ്രൈസ് ദി ലോർഡ്. ഞാനും എന്നെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്നേഹമൊന്ന് തിരിച്ചറിയുക. എൻ്റെ കർത്താവിൻ്റെ ശബ്ദമൊന്ന് തിരിച്ചറിയുക. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനിടയായി തീരണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് കേട്ടു ആ ശബ്ദം. തന്നെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ഇന്ന കാര്യങ്ങൾ, നീ എനിക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടതെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരും. അന്ധകാരത്തിലിരിക്കുന്ന പലരെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ, ബന്ധനത്തിലിരിക്കുന്ന പലരെ വിടുതൽ. പൗലോസ് കേട്ടു ആ ശബ്ദം. ആ ശബ്ദമാണ് പൗലോസ് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിലും ഫെസ്റ്റോസ് രാജാവിൻ്റെ മുമ്പിലും വിളിച്ചു പറഞ്ഞത്. ആ ശബ്ദമാണ് പൗലോസ് ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത്. ആ ശബ്ദമാണ് പൗലോസ് അരോബിയ കുന്നിൻ്റെ മുമ്പിൽ, ജ്ഞാനികളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത്. ആ ശബ്ദം നമുക്ക് എത്രത്തോളം ലോകത്തോട് പറയുവാൻ കഴിയും. എത്ര ദൈവമക്കളുണ്ടാകുന്നറിയാം. ഞാനൊരു വിശ്വാസിയാണെന്ന് പോലും പറയുവാൻ ലജ്ജിക്കുന്നവൻ, ദൈവത്തിനൊരു സ്തുതി പബ്ലിക്കിൽ ദൈവമേ സ്തോത്രം എന്ന് പറയുവാൻ ലജ്ജിക്കുന്നവർ എത്ര പേരുണ്ടെന്നറിയാം. നമ്മളങ്ങനെ ആയിത്തീരല്ലേ. ലെറ്റ് us be faithful to God. പരിശുദ്ധാത്മാവ് നമ്മളെ അതിനുവേണ്ടി സഹായിക്കും.